ദ ഡാർക്ക് സൈഡ് ഓഫ് ബീങ് സൈലൻറ്റ്. ഫസ്റ്റ്, നിങ്ങൾ വളരെയധികം നിശബ്ദത പാലിച്ചാൽ ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അനുമാനിക്കുന്നു. അതായത് അവർക്ക് തോന്നുന്ന രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യും. നിങ്ങളൊരു അഹങ്കാരിയാണെന്നും ദുർബലനാണെന്നും അല്ലെങ്കിൽ അവരിൽ താല്പര്യമില്ലാത്തവനാണെന്നും അവർ കരുതിയേക്കാം. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമാക്കാത്തതിനാൽ മറ്റുള്ളവർ കിംവദന്തികൾ, റൂമേഴ്സ് പ്രചരിപ്പിച്ചേക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ഗ്രൂപ്പിൽ നിശബ്ദത പാലിക്കുന്നു. ആളുകൾ നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെന്ന് കരുതുന്നു. മറ്റൊന്ന്, ഒരു സഹപ്രവർത്തകൻ നിങ്ങളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നു. നിങ്ങൾ സ്വയം പ്രതിരോധിക്കാത്തതിനാൽ മറ്റുള്ളവർ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. സോ തീരെ സംസാരിക്കാത്ത നിങ്ങളുടെ പെരുമാറ്റം ഇത്തരത്തിൽ നിങ്ങൾക്ക് തന്നെ ദോഷമായി മാറിയേക്കാം. സെക്കൻഡ്, ശരിയായ സമയത്ത് സംസാരിക്കുന്നതിലൂടെ ജീവിതത്തിൽ നിരവധി അവസരങ്ങൾ ഉണ്ടാകുന്നു. നിശബ്ദത പാലിക്കുന്നത് കരിയർ, ബന്ധങ്ങൾ, സാമൂഹിക ജീവിതം എന്നിവയിൽ നിങ്ങളെ അദൃശ്യനാക്കും. സോ അതായത് അത്തരത്തിൽ മെച്ചപ്പെട്ട ഒരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്കുണ്ടായിരിക്കില്ല. നിങ്ങൾ അവയിൽ നിന്നും ഏറെ ദൂരെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുകയില്ല. ആളുകൾ നിങ്ങളെ മറന്നുപോയേക്കാം. നിങ്ങളുടെ മൂല്യം എന്താണെന്ന് തിരിച്ചറിയാതെ പോയേക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്കൊരു മികച്ച ആശയമുണ്ട്, പക്ഷേ സംസാരിക്കുന്നില്ല. മറ്റൊരാൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കും. സോ അതുപോലെ നിങ്ങളൊരാളെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ അതൊരിക്കലും പ്രകടിപ്പിക്കില്ല. സോ സംസാരിക്കാത്ത നിങ്ങളുടെ ഈ ശീലം കൊണ്ട് നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് അവർ കരുതുന്നു. സോ അത്തരത്തിൽ അവർ നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും ചെയ്യും. തേർഡ്, അതിരുകൾ നിശ്ചയിക്കുകയും അവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവരെ ആളുകൾ ബഹുമാനിക്കുന്നു. മറ്റുള്ളവർ അതിരുകടക്കുമ്പോൾ നിങ്ങൾ നിശബ്ദത പാലിച്ചാൽ അവർ നിങ്ങളെ മുതലെടുത്തേക്കാം. ഇത് നിങ്ങളെ വളരെ നിഷ്ക്രിയനോ ദുർബലനോ ആക്കുന്നു. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നു, നിങ്ങൾ നിശബ്ദത പാലിക്കുന്നു, അവർ അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. സോ അത്തരത്തിൽ തന്നെ ഒരു സുഹൃത്ത് വളരെയധികം സഹായങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങൾ ഒരിക്കലും ഇല്ല എന്ന് പറയുന്നുമില്ല. സോ ഇത്തരം സാഹചര്യങ്ങളിൽ അവർ നിങ്ങളെ പതുക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നു. ഫോർത്ത്, ബന്ധങ്ങൾക്ക്, സൗഹൃദങ്ങൾ, ഡേറ്റിംഗ്, കുടുംബം ഇത്തരത്തിലുള്ളവയ്ക്ക് ആശയവിനിമയം ആവശ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ചിന്തകളും വികാരങ്ങളും പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് അകന്നതായി തോന്നുന്നു. നിങ്ങൾ എപ്പോഴും മടിച്ചു നിന്നാൽ ആളുകൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനോ വിശ്വസിക്കാനോ കഴിയില്ല. ഫോർ എക്സാമ്പിൾ, ഒരു സുഹൃത്ത് അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുന്നു, പക്ഷെ നിങ്ങൾ ഒരിക്കലും തുറന്നു പറയുന്നില്ല. സോ ഇത്തരം സാഹചര്യങ്ങളിൽ അവർക്ക് സംസാരിക്കാനുള്ള താല്പര്യം ഇല്ലാതാവുകയും അവർ നിങ്ങളെ വിശ്വസിക്കുന്നത് നിർത്തുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങൾ ഒരിക്കലും വികാരങ്ങൾ പ്രകടിപ്പിക്കാത്തതിനാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് നിങ്ങളുടെ പങ്കാളി കരുതുന്നു. സോ നിങ്ങളുടെ ഫീലിങ്സ്, ഇമോഷൻസ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മികച്ച രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രകടിപ്പിക്കാനായി നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഇതെല്ലാ തരത്തിലുമുള്ള റിലേഷൻഷിപ്പിനെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നു. ഫിഫ്ത്ത്, എല്ലാം ഉള്ളിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുകയും സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യും. നിങ്ങൾ നിശബ്ദത പാലിക്കുമ്പോൾ പിന്നീട് സംസാരിക്കാത്തതിൽ നിങ്ങൾ ഖേദിച്ചേക്കാം. അത് അമിതമായി ചിന്തിക്കുന്നതിനും വൈകാരികമായി വളരുന്നതിനും ഇടയാക്കും. ഫോർ എക്സാമ്പിൾ, ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുന്നു, നിങ്ങൾ നിശബ്ദത പാലിക്കുന്നു, പിന്നീട് നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നു, ഞാൻ എന്തെങ്കിലും പറയണമായിരുന്നു. സോ ഇതൊരുപാട് നെഗറ്റീവായി ചിന്തിക്കാനും വലിയ റിഗ്രറ്റുകൾ നിങ്ങളിൽ ഉണ്ടാക്കാനും കാരണമാകുന്നു. അടുത്തതായി, ജോലി സ്ഥലത്ത് ഒരു തീരുമാനത്തോട് നിങ്ങൾ വിയോജിക്കുന്നു, പക്ഷേ അത് സംസാരിക്കുന്നില്ല. പിന്നീട് നിങ്ങൾ അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കും.